വിനീഷ്യസ് ജൂനിയർ അങ്ങനെ പെട്ടെന്നൊന്നും മറന്നു കളയാറില്ല. 2025 റയലിനെ സ്വീകരിക്കാൻ ഇത്തിഹാദ് ഒരുങ്ങുമ്പോൾ അന്ന് ഗാലറിയിൽ ഉയർന്ന കൂറ്റൻ ബാനർ ഓർമ്മയില്ലേ? റോഡ്രി ബാലൻഡിയോറിൽ ചുംബിക്കുന്ന ഒരു ചിത്രത്തിനൊപ്പം സ്റ്റോപ്പ് ക്രൈങ് യുവർ ഹേർട്ട് ഔട്ട് എന്നതിൽ എഴുതിയിട്ടിരുന്നു. ഇന്നലെ അത്രയും ആവേശമൊന്നും ഉണ്ടായിരുന്നില്ല ഇത്തിഹാദിന്. ഒരാഴ്ച മുമ്പ് ബെർണബ്യൂവിൽ എൽ ഫാൽക്കൺ വാൽവഡയുടെ 3 വെടിയുണ്ടകളിൽ നിലംപൊത്തിയതാണ് സിറ്റി. ഇനിയൊരു കംബാക്ക് വലിയ കടമ്പയാണ്. പക്ഷേ ഫുട്ബോളിൽ അസാധ്യമായതൊന്നുമില്ലെന്ന് പെപ്പ് ഉറച്ചു വിശ്വസിച്ചു. ഇക്കുറി റോഡ്രി കളത്തിലുണ്ട്. എന്നാൽ കാര്യമൊന്നും ഉണ്ടായില്ല. 20-ാം മിനിറ്റിൽ ബെർണാഡോ സിൽവ റെഡ് കാർഡ് കണ്ട് പുറത്തായ നിമിഷത്തിൽ കളിയുടെ വിധി ഏറെക്കുറെ എഴുതപ്പെട്ടിരുന്നു. ഇത്തിഹാദിൽ വിനീഷ്യസിൻ്റെ പ്രതികാര കഥ ഒരിക്കൽ കൂടി ആവർത്തിച്ചു. വിനി ഗാലറിയെ നോക്കി പൊട്ടിക്കരയാൻ ആംഗ്യം കാണിച്ചു. ആരെങ്കിലുമൊക്കെ ഇത് പ്രകോപിപ്പിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അതങ്ങ് സഹിച്ചേക്കണം. ഗാലറിക്ക് മുന്നിൽ വിനി നടത്തിയ മറ്റൊരു സെലിബ്രേഷൻ ഡൊണ്ണറുമയ്ക്ക് തീരെ പിടിച്ചില്ല. അയാൾ ബ്രസീലിയൻ താരത്തിനരികിൽ വന്ന് എന്തൊക്കെയോ പറയുന്നത് കണ്ടു. അതിനും മാത്രം പ്രകോപിതനാകാൻ ആ സെലിബ്രേഷനിൽ ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ വിനിയുടെ ആഘോഷങ്ങൾ മാത്രം ഇഴകിരി പരിശോധിക്കാൻ പണ്ഡിറ്റുകൾ പലരും തക്കം പാർത്തിരിക്കുന്നത് കൊണ്ട് അവരതിൽ എന്തെങ്കിലും കണ്ടെത്താനിടയുണ്ട്. അങ്ങനെ കണ്ടെത്തിയാൽ പിന്നെ വംശീയാധിക്ഷേപങ്ങളെ ന്യായീകരിക്കാൻ അത് മതിയാകുമല്ലോ. വിനി ഇപ്പോഴതൊന്നും കാര്യമായി എടുക്കുന്നില്ലെന്ന് വേണം കരുതാൻ. ഏതായാലും ചാമ്പ്യൻസ് ലീഗ് രാവുകളിൽ പെപ്പിനെതിരായ ഡൊമിനൻസ് റയൽ തുടരുകയാണ്. കഴിഞ്ഞ തവണ പെപ്പിന് മടക്ക ടിക്കറ്റ് അടിച്ച് കയ്യിൽ കൊടുത്തത് കാർലോ ആഞ്ചലോട്ടിയാണെങ്കിൽ ഇക്കുറി അത് അൽവാരോ അർബലോവയാണ്. അർബലോവയ്ക്ക് കീഴിൽ റയൽ റീബിൽഡ് ചെയ്യപ്പെട്ടു തുടങ്ങുകയാണ്. 4 മത്സരങ്ങൾ കൊണ്ട് പ്രതീക്ഷയുടെ ആകാശമാണ് റയൽ ആരാധകർക്ക് മുകളിൽ അയാൾ തുറന്നിട്ടത്. സിറ്റിക്കെതിരെ കിലിയൻ എംബാപ്പെ ഇല്ലാതെയാണ് റയൽ ഒരിക്കൽ കൂടി കളി ആരംഭിച്ചത്. വിനിയും ബ്രഹീം ഡിയാസും ആർദാ ഗുളറും മുന്നേറ്റത്തിൽ അണിനിരന്നു. സിറ്റിയാകട്ടെ ബെർണബ്യൂവിൽ ഇറക്കിയ ഫസ്റ്റ് 11 അല്ല ഇത്തിഹാദിൽ അവതരിപ്പിച്ചത്. സെമന്യോയും സാവിഞ്ഞോയും മാർഗുയും ഒറേലിയും പുറത്തിരുന്നു. ചെർക്കിയും റൈഞ്ചേഴ്സും എയ്റ്റ്നൂറിയും മത്തേയൂസ് നൂനസും 11-ൽ ഇടം പിടിച്ചു. ഓപ്പണിംഗ് മിനിറ്റിൽ തന്നെ ബെർണബ്യൂവിലെ ഹീറോ ഫെഡെ വാൽവെഡയ്ക്ക് ഒരു സുവർണാവസരം ലഭിച്ചതാണ്. എന്നാൽ അയാളത് പാഴാക്കി കളഞ്ഞു. സിറ്റി മുന്നേറ്റത്തിര റയൽ ഗോൾ മുഖത്തേക്ക് പിന്നെ ഇരച്ചെത്തി തുടങ്ങി. ചെർക്കിയും റോഡ്രിയും റൈഞ്ചേഴ്സും ചേർന്ന് നടത്തിയൊരു മുന്നേറ്റം തിബോ കോർട്ടുവയ്ക്ക് മുന്നിൽ അവസാനിക്കുന്നു. ഒടുവിൽ 22-ാം മിനിറ്റിൽ ഇത്തിഹാദ് നിശബ്ദമായി. 17-ാം മിനിറ്റിൽ ഇടത് വിങ്ങിലൂടെ വിനീഷ്യസിൻ്റെ മുന്നേറ്റം. പെനാൽറ്റി ബോക്സിലേക്ക് കടന്നയാൾ ഗോൾ മുഖത്തേക്ക് നിറയൊഴിച്ചു. പന്ത് പോസ്റ്റിലിടിച്ച് മടങ്ങുന്നു. അത് പിടിച്ചെടുത്ത ബ്രഹീം ഡിയാസ് ഒരിക്കൽ കൂടി വിനിക്കെതിരെ കൈമാറുന്നു. ബ്രസീലിയൻ താരം അത് ഏറ്റുവാങ്ങി. വലയിലേക്ക് പാഞ്ഞ വിനിയുടെ ഇടങ്കാലൻ വെടിയുണ്ട ബെർണാഡോ സിൽവ തടഞ്ഞിട്ടു. ഡൊണ്ണറുമ ആവേശത്തിൽ അയാളെ ആലിംഗനം ചെയ്യുന്നത് കാണാമായിരുന്നു. അതേസമയം വിനിയും റയൽ താരങ്ങളും അത് ഹാൻഡ് ബോളാണെന്ന് വാദിച്ച് റഫറിക്കരികിലേക്ക് ഓടി. റഫറി വാർ പരിശോധനയ്ക്ക് മുതിർന്നു. റീപ്ലേ ദൃശ്യങ്ങളിൽ അത് ഹാൻഡ് ബോളാണെന്ന് വ്യക്തമായിരുന്നു. തൻ്റെ ലെഫ്റ്റ് എൽബോ കൊണ്ട് പന്ത് തടഞ്ഞിടാൻ സിൽവ ശ്രമിക്കുന്നത് ദൃശ്യങ്ങളിൽ കാണാമായിരുന്നു. നീണ്ട പരിശോധനകൾക്ക് ശേഷം റഫറി പെനാൽറ്റി സ്പോട്ടിലേക്ക് വിരൽ ചൂണ്ടി. ഒപ്പം സിൽവയ്ക്ക് ഡയറക്റ്റ് റെഡ് കാർഡും. ബെർണബ്യൂവിൽ പെനാൽറ്റി പാടാക്കിയ വിനീഷ്യസ് തന്നെയാണ് ഇക്കുറിയും കിക്കെടുക്കാൻ എത്തിയത്. പോസ്റ്റിന് മുന്നിൽ ദ സെയിം ഡൊണ്ണറുമ. ഇത്തവണ ഡൊണ്ണറുമയുടെ കണക്കുകൂട്ടലുകൾ പിഴച്ചു. വിനി വലകുലുക്കി. ഗാലറിക്ക് മുന്നിലൂടെ ചുണ്ടിൽ വിരൽ വെച്ച് അയാൾ ഓടി. അല്ലെങ്കിലും ഗാലറി അപ്പോൾ നിശബ്ദമായി കിടക്കുകയായിരുന്നു. വിനി പെനാൽറ്റി എടുക്കുമ്പോൾ അർബലോവ മുഖം തിരിഞ്ഞു നിൽക്കുകയായിരുന്നു. വല കുലുങ്ങിയതും അയാളത് മതിമറന്നാഘോഷിച്ചു. 10 ആളായി ചുരുങ്ങിയ സിറ്റിക്കിനി 5 ഗോൾ റയൽ വലയിലെത്തിക്കണം. അതിന് അത്ഭുതങ്ങൾ വല്ലതും അവതരിക്കണം. ഇത്തിഹാദിൻ്റെ ആകാശത്ത് അങ്ങനെ ഒന്നും അവതരിച്ചില്ല. തൊട്ടടുത്ത മിനിറ്റിൽ വിനി ഒരിക്കൽ കൂടി വലകുലിക്കേണ്ടതായിരുന്നു. എന്നാൽ പന്ത് പോസ്റ്റിനെ തൊട്ടുരുമിപ്പാഞ്ഞു. 25-ാം മിനിറ്റിൽ റോഡ്രിയുടെ ഒരു ഷോട്ട് റയൽ ഗോൾ മുഖം വിറപ്പിച്ച് കടന്നുപോയി. 22-ാം മിനിറ്റിൽ വിനി ഒരു സുവർണാവസരം പാഴാക്കി. ഇടത് വിങ്ങിലൂടെ പാഞ്ഞെത്തിയ ആർദാ ഗുള്ളർ തളികയിൽ വെച്ച് നൽകിയ പന്തിനെ അയാൾ പുറത്തേക്കടിച്ച് കളഞ്ഞു. ആദ്യ പകുതി അവസാനിക്കാൻ മിനിറ്റുകൾ മാത്രം ബാക്കി നിൽക്കെ ഹാലണ്ടിൻ്റെ തിരിച്ചടി. റയൽ ഗോൾ മുഖത്തേക്ക് ഡോക്കു നടത്തിയ ഒരു മുന്നേറ്റമാണ് ആ ഗോളിന് വഴി തുറന്നത്. 2-ാം പകുതിയിൽ സിറ്റിയുടെ എണ്ണം പറഞ്ഞ മുന്നേറ്റങ്ങൾ പലതും കണ്ടു. എന്നാൽ അതൊന്നും ഫലം കണ്ടില്ല. വലയിൽ പന്തെത്തിയപ്പോഴൊക്കെ അവക്ക് മുന്നിൽ ഓഫ് സൈഡ് ഫ്ലാഗ് ഉയർന്നു. അതിനിടെ 70-ാം മിനിറ്റിൽ എംബാപ്പെ കളത്തിലെത്തി. കളി അവസാനിക്കാൻ മിനിറ്റുകൾ മാത്രം ബാക്കി നിൽക്കെ വിനീഷ്യസിൻ്റെ ഒരു ഗോൾ ഡിസലോ ചെയ്യപ്പെടുന്നുണ്ട്. എന്നാൽ സ്റ്റോപ്പേജ് ടൈമിൽ അയാൾ സിറ്റിയുടെ പെട്ടികയിലെ അവസാന അടിയടിച്ചു. ഇത്തിഹാദ് നിശബ്ദമായി തന്നെ കിടന്നു. കളിയിൽ ആദ്യം പെനാൽറ്റി ലഭിച്ചപ്പോൾ താനത് വാൽവഡേക്ക് ഓഫർ ചെയ്തതാണെന്നും എന്നാൽ വാൽവഡെ തന്നോട് തന്നെ അതെടുക്കാൻ ആവശ്യപ്പെട്ടെന്നും വിനി മനസ്സ് തുറക്കുന്നുണ്ട്. കഴിഞ്ഞ തവണ സിറ്റി ആരാധകർ ഉയർത്തിയ ബാനറിനെക്കുറിച്ച് വിനീഷ്യസിന് മുന്നിൽ ചോദ്യമെത്തി. വിനിയുടെ മറുപടി ഇങ്ങനെയായിരുന്നു: ഫുട്ബോളിൻ്റെ മനോഹാരിത ഇതൊക്കെയാണ്. കണക്കുകൾ തീർക്കാൻ അതെപ്പോഴും
ഒരു സെക്കൻഡ് ചാൻസ് കരുതി വച്ചിരിക്കും. ഐ ബീറ്റ് പെപ്പ് ആൻഡ് മോറിനോ. ഇറ്റ് സേസ് ഐ ഹാവ് ഇൻക്രെഡിബിൾ പ്ലെയേഴ്സ്. അർബലോവ പറഞ്ഞവസാനിപ്പിച്ചു.